രാത്രി പാതിരാ സമയത്ത് ഉണ്ണി പിറക്കുകയാണ്. അങ്ങനെ ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നു. ക്രിസ്മസിന്റെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ ക്രിസ്മസിന്റെ എന്നുള്ള വാക്ക് തന്നെ ക്രൈസ്റ്റ് മാസ് എന്നാണ്, ക്രിസ്തുവിന്റെ കുർബാന. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിന്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. മനുഷ്യനായി അവതരിച്ച ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്മസിന്റെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനൊരു വിശ്വാസ തലമുണ്ട്, കൂടാതെ ആഘോഷത്തിന്റെ ഒരു തലവുമുണ്ട്. വിശ്വാസത്തിന്റെ തലം കൊണ്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവം മനുഷ്യനായി എന്നുള്ളതാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ദൈവം നമ്മളുടെ ഇടയിൽ കൂടാരമടിച്ച സംഭവമാണ് ക്രിസ്മസ്. അതുപോലെ തന്നെ വിശ്വാസത്തിലും പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നത് അവനിൽ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കേണ്ടതിന് തന്റെ പുത്രനെ നൽകുവാൻ തക്കവിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചുവെന്നാണ്. അപ്പൊ ദൈവം ഈ ലോകത്തിലേക്ക് വന്നത് നമ്മളെ ഓരോരുത്തരെയും സ്നേഹിച്ചതുകൊണ്ടാണ്. നമ്മളെ രക്ഷിക്കാൻ, നമുക്ക് നല്ലത് പറഞ്ഞു തരാൻ, നഷ്ടപ്പെട്ടുപോയ മനുഷ്യത്വം വീണ്ടെടുത്തുകൊണ്ട് മനുഷ്യൻ സ്നേഹത്തിലും സമാധാനത്തിലും കരുതലിലും പങ്കുവയ്ക്കലിലൊക്കെ ജീവിക്കുവാൻ വേണ്ടി പഠിപ്പിക്കാനാണ്. ശരിക്കും പറഞ്ഞാൽ ആദ്യകാല ഘട്ടം മുതൽ മനുഷ്യനെതിരെ തിരിഞ്ഞ കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നിട്ടുണ്ട്. അങ്ങനെ മനുഷ്യനല്ലാതായി തീർന്നപ്പോൾ, മനുഷ്യനിലെ മനുഷ്യത്വം നശിച്ചുപോയപ്പോൾ ആ മനുഷ്യത്വം വീണ്ടെടുക്കുന്നതിന് വേണ്ടി ദൈവം ഈ ലോകത്തിലേക്ക് വന്നു, മനുഷ്യനായി തീർന്നു എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ദൈവം വീണ്ടെടുത്തു തന്ന സമാധാനം, സന്തോഷം, പങ്കുവയ്ക്കൽ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ക്രിസ്മസിന്റെ ഒരു സംസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിന്റെ ആശംസകൾ ഞാൻ നേരുന്നു. അതെ, വളരെ സന്തോഷമുള്ള ദിവസമാണ്. കാരണം ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മുടെ അതിരൂപതയായിട്ട് ആദ്യമായിട്ട് ക്രിസ്മസ് ഞങ്ങൾ ആഘോഷിക്കുകയാണ്, നമ്മൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ ഒരു ഇരട്ടി മധുരമുണ്ട്, ഇരട്ടി ആഘോഷമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. മറ്റ് പലയിടങ്ങളിൽ നിന്ന് നമുക്ക് ആഗ്രഹിക്കാത്ത തരത്തിലുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. എന്തോ നമ്മുടെ തൊട്ടടുത്ത് പാലക്കാട് അങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് കേട്ടു. പക്ഷെ എനിക്കതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒന്നും ലഭിച്ചില്ല. ചിലരുടെ പ്രസ്താവനകളൊക്കെ കണ്ടു. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിർഭാഗ്യകരമാണ്. ആരായാലും, ഏത് മതത്തിലെ ഏത് പരിപാടി ആയാലും അതിനെ നിന്ദിക്കരുത് എപ്പോഴും. നമ്മുടെ രാജ്യം അങ്ങനെയല്ലേ. നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മതേതരത്വ രാജ്യമാണ്, എല്ലാ മതങ്ങളെയും സ്വീകരിച്ച രാജ്യമാണ്. ഈ രാജ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള ഹിന്ദുക്കൾ, അവര് മറ്റുള്ളവരെ സ്വീകരിച്ച വ്യക്തികളാണ്. അപ്പം അതുകൊണ്ട് അവരൊന്നും ശരിക്കും നിന്ദിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിർഭാഗ്യകരമാണ്.